കോർപ്പറേഷനിലും നിയമസഭയിലും മിന്നും പ്രകടനം കാഴ്ചവെച്ച ബിജെപിയുടെ തിളക്കത്തിന് കോട്ടം തട്ടുന്നു. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. സംസ്ഥാന ബിജെപിയിലെ സാമ്പത്തിക തട്ടിപ്പ് വിവാദത്തിൽ നടപടിക്ക് കേന്ദ്ര നേതൃത്വം ഒരുങ്ങുന്നതായി സൂചന. വെറുതെ കിട്ടുന്ന കോടിക്ക് കോടികൾ തട്ടിയ സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തിരഞ്ഞെടുപ്പ് ഫണ്ട് ദുരുപയോഗം നടന്നു എന്നതിന്റെ പേരിൽ ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പല നേതാക്കന്മാരും പ്രതിക്കൂട്ടിലാവുകയാണ്. നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോയാൽ സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖരായ പലർക്കും അത് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. തിരഞ്ഞെടുപ്പ് പ്രൊമോഷന്റെ പേരിൽ പലരെ കൊണ്ടും പണിയെടുപ്പിച്ച് കാര്യം നടത്തി പറഞ്ഞുറപ്പിച്ചിരുന്ന തുക നൽകാതെ കൈമലർത്തിയ നിരവധി പരാതികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉണ്ടായിട്ടുള്ളതായി വിവരങ്ങളുണ്ട്. നക്കാപ്പിച്ച കാശ് നൽകി ഡിജിറ്റൽ മീഡിയകളെ തൃപ്തിപ്പെടുത്തി കോടികളും കൊണ്ട് മുകളിലുള്ളവർ മുങ്ങിയതായാണ് വിവരങ്ങൾ. രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി വന്നപ്പോൾ കേരളത്തിലെ ബിജെപി പ്രവർത്തകർക്കുൾപ്പെടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കോടികൾ അമ്മാനമാടുന്ന കോടീശ്വരനായ രാജീവ് ചന്ദ്രശേഖർ എന്തായാലും അഴിമതിക്ക് അദ്ദേഹം കൂട്ടുനിൽക്കില്ല. ബിജെപിയുടെ ഭാഗത്തു നിന്ന് ഇനി അത്തരമൊരു വിവാദമായ ഒരു വിഷയം ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പിച്ചായിരുന്നു എല്ലാവരും മുന്നോട്ട് പോരുന്നത്. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടും രക്ഷയില്ല എന്ന് വേണം പറയാൻ. അദ്ദേഹത്തെ പോലും പറ്റിച്ച് അദ്ദേഹത്തിന്റെ താഴെ നിൽക്കുന്ന പലരും ഇപ്പോൾ കൈയിട്ട് വാരിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ശക്തമായ നടപടികളുമായി മുന്നോട്ട് വരുമ്പോൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു തിളക്കം കേരള ബിജെപിയുടെ സൽപ്പേര് അത് കാറ്റിൽ പറക്കുകയാണ്. കേരളത്തിന്റെ നിയമസഭയിൽ 3 ബിജെപി അംഗങ്ങൾ ഒരേ സമയം ഇരിക്കുമ്പോഴാണ് ഇത്രയും വലിയ സാമ്പത്തിക തട്ടിപ്പ്, അതും സംസ്ഥാന ബിജെപിയിലെ സാമ്പത്തിക തട്ടിപ്പ്. അതിൽ ഒരു കൊടി വാങ്ങി എന്നതിന്റെ പേര് മാത്രം ഏതാണ്ട് 1.5 കോടി രൂപ, അതായത് സൗജന്യമായി 1.5 കോടി. ശക്തമായ ഇടപെടൽ ഇപ്പോൾ ഈ വിഷയത്തിലുണ്ട്. എന്തായാലും 3 സീറ്റ് നേടിയ വലിയ വിജയം, അത്തരത്തിലൊരു വലിയ വിജയം നേടിയ ബിജെപിയുടെ വിജയത്തിന് ഇപ്പോൾ കോട്ടം വരുന്ന ഒരു നടപടിയാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. പാർട്ടി കൊടി സംസ്ഥാനത്തിന് ലഭിക്കുന്നത് കേന്ദ്ര നേതൃത്വം സൗജന്യമായാണ്. ആ കൊടിക്കാണ് 1.5 കോടിയുടെ ബില്ല് ഇതിന് ചുമതല ഉണ്ടായിരുന്ന അഞ്ജന എന്ന വ്യക്തി വ്യാജ ബില്ല് നൽകിയത് എന്നാണ് അറിയുന്നത്. അതോടുകൂടിയാണ് തട്ടിപ്പ് പുറത്തു വന്നത്. മറ്റൊരു സംസ്ഥാന സെക്രട്ടറി കൂടി ഈ അന്വേഷണ പരിധിയിൽ ഉണ്ട് എന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അറിയുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇതിന്റെ പേരിൽ പ്രധാനപ്പെട്ട നേതാക്കളെ വരെ മാറ്റിക്കൊണ്ടുള്ള നീക്കത്തിനും ബിജെപി തയ്യാറെടുക്കുകയാണെന്നാണ് അറിയുന്നത്. സംസ്ഥാന ട്രഷറർ കൃഷ്ണദാസാണ് ഈ കണക്കുകൾ പരിശോധിച്ച് തട്ടിപ്പ് കണ്ടെത്തിയത്. അദ്ദേഹം അത് കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്തു. അവിടെ നിന്ന് സെൻട്രൽ ഓഡിറ്റിംഗ് ടീം എത്തി പരിശോധനയിലാണ് കൂടുതൽ തട്ടിപ്പുകൾ പുറത്തായത്. സംസ്ഥാന സെക്രട്ടറി അഞ്ജന, മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം പാങ്ങപ്പാറ രാജീവ് എന്നിവരെ മാറ്റി നിർത്തുമെന്നാണ് അറിയുന്നത്. അഞ്ജന 1.5 കോടി രൂപ തിരിച്ചടയ്ക്കണം. തെരഞ്ഞെടുപ്പിന് കേന്ദ്രം സൗജന്യമായി നൽകുന്ന കൊടികൾക്ക് 1.5 കോടി ചിലവായി എന്ന വ്യാജ കണക്കുണ്ടാക്കി എന്നതാണ് അത്തരത്തിലുള്ള വലിയൊരു ഫണ്ട് തിരിമറിയാണ് ബിജെപിയിൽ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ബിജെപി 3 സീറ്റ് നേടി വലിയ നേട്ടമുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് ശേഷമാണ് ഇത്ര വലിയ ഒരു ക്രമക്കേട് നടന്നിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലെയും പ്രചാരണത്തിന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കേന്ദ്ര നേതൃത്വം നൽകിയിരുന്നതായി നേതാക്കൾ പറയുന്നു. ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കമ്മിറ്റി ഉണ്ടായിരുന്നു. ഓരോ മണ്ഡലത്തിനും തുക അനുവദിച്ചതിന്റെയും ചെലവാക്കിയതിന്റെയും കണക്കുകൾ അവതരിപ്പിക്കാൻ പണം കൈകാര്യം ചെയ്തവർ തയ്യാറാകുന്നില്ല എന്നായിരുന്നു പരാതി. തെരഞ്ഞെടുപ്പ് ചുമതലക്കാരും സ്ഥാനാർത്ഥികളുമായിരുന്ന ചിലർ ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് വായ്പകളും കടങ്ങളും കുടിശ്ശിക തീർത്ത് അടച്ചതോടെയാണ് ഫണ്ട് കൈകാര്യം സംബന്ധിച്ച ചർച്ചകൾ ബിജെപിക്കുള്ളിൽ സജീവമായത്. സഹകരണ ബാങ്കിലും ദേശസാൽകൃത ബാങ്കിലും ഉൾപ്പെടെ 5 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള കടങ്ങൾ ചില നേതാക്കൾ വീട്ടിയതോടെയാണ് പലയിടത്തും സംശയമുയർന്നത്. തൃശൂരിലെ 5 മണ്ഡലങ്ങളുടെ പ്രചാരണത്തിന് അനുവദിച്ച 4.25 കോടി രൂപ മുക്കിയതായി വാർത്ത നേരത്തെ വന്നിരുന്നു. ഇതിനെതിരെ സേവ് തൃശൂർ ബിജെപി ഫോറം എന്ന പേരിൽ ബിജെപി RSS പ്രവർത്തകർ ഒരു ക്യാമ്പയിനും നടത്തുന്നതായി വിവരങ്ങളുണ്ട്. എന്തായാലും ബിജെപിയുടെ ആ ഒരു തിളക്കത്തിന് കേരളത്തിൽ കേരളത്തിലെ ബിജെപി പ്രവർത്തകർ ഉറക്കവും ഊണും ഉപേക്ഷിച്ച് ഉണ്ടാക്കിയെടുത്ത ആ ഒരു തിളക്കത്തിന് കോട്ടം വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചില ധനമോഹികൾ, അധികാരമോഹികൾ ചെയ്ത നീചമായ പ്രവൃത്തിയിലൂടെ വെറും സൗജന്യമായി കിട്ടുന്ന കൊടിക്ക് 1.5 കോടി രൂപ അത് മുക്കിയ ആ ബിജെപി പ്രവർത്തകരെ എന്തായാലും ഈ ഒരു ഇതിൽ നിന്ന് തന്നെ, ഈ ഒരു സംഘടനയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തേണ്ടി വരും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര നേതൃത്വം പോകും എന്ന് തന്നെയാണ് നല്ലവരായ അല്ലെങ്കിൽ നിഷ്കളങ്കരായ പ്രസ്ഥാനത്തോട് തന്നെ ആത്മാർത്ഥതയുള്ള കൂറുള്ള ബിജെപി പ്രവർത്തകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.